പമ്പയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം കൃത്യമായ വലിയൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന നിലപാടിലാണ് UDF എത്തിയിട്ടുള്ളത്. സർക്കാരിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ നീക്കത്തെ കോൺഗ്രസും UDF-ഉം തള്ളിപ്പറയുമോ എന്നാണ് അറിയേണ്ടിയിരുന്നത്. ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താ സമ്മേളനം. അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്യാതെ തന്ത്രപരമായ ഒരു നീക്കമാണ് കോൺഗ്രസും UDF-ഉം കൈക്കൊണ്ടിട്ടുള്ളത്. സംഗമം ബഹിഷ്കരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞ UDF നേതൃത്വത്തിൻ്റെത് തന്ത്രപരമായ നീക്കമാണ്. സർക്കാരിനെ പിന്തുണയ്ക്കാതിരിക്കുകയും ഒപ്പം അയ്യപ്പ ഭക്തരെ പിണക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് UDF-ന്റെ നിലപാട്. ബഹിഷ്കരിക്കാൻ ഇത് രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് തള്ളുകയോ എടുക്കുകയോ ചെയ്യാതെ ന്യൂട്രൽ നിലപാടെടുക്കുക എന്നതാണ്. അതേസമയം അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ച് VD സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾ സർക്കാരിനെ വേട്ടയാടും. ആദ്യത്തേത്, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സർക്കാർ അന്ന് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതാണ്. അതിന് തയ്യാറല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാരും CPM-ഉം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുന്നു എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനൊക്കില്ല. ഇനിയൊന്ന്, യുവതീ പ്രവേശനത്തിനെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ നാമജപ ഘോഷയാത്രക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ്. കേസുകൾ പിൻവലിക്കുന്നതോടെ രാഷ്ട്രീയപരമായി സർക്കാരും CPM-ഉം ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ശബരിമലയ്ക്കായി 9 വർഷമായി ഒന്നും ചെയ്യാത്തവരാണ് പിണറായി വിജയൻ സർക്കാർ. 9 വർഷമില്ലാത്ത അയ്യപ്പ സ്നേഹം ഇപ്പോൾ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം നൽകുമ്പോൾ സന്നിധാനത്തിനായി എന്ത് ചെയ്തു എന്നുകൂടി സർക്കാർ വിശദീകരിക്കേണ്ടി വരും. ഇങ്ങനെ ചോദ്യങ്ങളിലൂടെ സർക്കാരിനെ മുൾമുണിയിൽ നിർത്തി സർക്കാരിന്റെയും CPM-ന്റെയും ഉദ്ദേശശുദ്ധിയെ നാട്ടുകാർക്കിടയിൽ സംശയത്തിന് വിട്ടുകൊടുക്കുന്നതാണ് UDF-ന്റെ നിലപാട്. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇതോടെ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന ശക്തമായ ചർച്ച സമൂഹത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് 2018 സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അന്നത്തെ നിലപാട് റദ്ദാക്കാൻ തയ്യാറാണ് എന്ന സൂചന ദേവസ്വം ബോർഡ് കൂടി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇതെന്ന ആക്ഷേപത്തിന് മൂർച്ച കൂടി. അങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പ സംഗമം എന്ന സർക്കാരിന്റെ കാർഡിറങ്ങിയതോടെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായോ എന്നുകൂടി പരിശോധിക്കേണ്ടേ വേണം. ഇന്ന് കേരളത്തിൽ ഇതേ ചൊല്ലി നടക്കുന്ന രാഷ്ട്രീയ വിവാദത്തിന് ഒരു കൗതുക വശമുണ്ട്. 7 വർഷം മുൻപ് യുവതീ പ്രവേശനം എന്ന വിധി വന്ന ശേഷം അന്നും ഇന്നും അധികാരത്തിലുള്ള പിണറായി വിജയൻ സർക്കാരും പ്രതിപക്ഷവും ഏത് തട്ടിലാണ് നിൽക്കുന്നത്? അന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് ശബരിമല ആചാരത്തിനെതിരെ സംസാരിച്ച സർക്കാരും CPM-ഉം ഇന്ന് അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കാൻ സംഗമം നടത്തുന്ന തിരക്കിലാണ്. അതേസമയം അന്ന് ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കണമെന്നാവശ്യപ്പെട്ട UDF-ഉം BJP-യും സംഗമം തട്ടിപ്പാണ് എന്ന് വാദിച്ച് എതിർപക്ഷത്തുമാണ്. ഇതേസമയം മറ്റൊരു വിഭാഗമുണ്ട്, അന്നും ഇന്നും സർക്കാരിന്റെ കുതന്ത്രങ്ങൾക്കിരയാകുന്ന അയ്യപ്പ ഭക്തരെന്ന മറുവിഭാഗം. അവരുടെ അന്ന് മുറിവേൽപ്പിക്കപ്പെട്ട വികാരം ഇപ്പോഴും വേദനിക്കുന്ന അധ്യായമായി തുടരുകയല്ലേ? അന്ന് പ്രതിഷേധത്തിന് മുൻനിരയിലുണ്ടായിരുന്ന NSS-ഉം SNDP-യും ഇന്ന് സർക്കാരിന് പിന്തുണയർപ്പിച്ച് രംഗത്തുണ്ടെങ്കിലും സാധാരണ വിശ്വാസികളുടെ മുറിവുണങ്ങുമോ? പഴയതെല്ലാം അടഞ്ഞ അധ്യായമെന്ന് CPM യാതൊരു ചളുപ്പുമില്ലാതെ നിലപാട് മാറ്റുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ച് ഇപ്പോഴും വേദനിക്കുന്ന അധ്യായമാണ് എന്നാണ് പ്രതിപക്ഷ നിലപാട്. യുവതീ പ്രവേശനത്തിനെതിരെ പോർമുഖം തുറന്ന NSS ഉപാധികളോടെയെങ്കിലും സംഗമത്തോട് സഹകരിക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയമായി CPM-ന് നേട്ടമായേക്കാം. SNDP-യുടെ പച്ചക്കൊടി പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ അങ്ങനെ മുൻനിലപാടിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് എത്രത്തോളം സാധിക്കുമെന്നത് വലിയൊരു ചർച്ചയാണ്. പരിഷ്കരണ ചിന്തയിൽ നിന്ന് പിന്മാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പഴയ നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡിനൊപ്പം സർക്കാരും മലക്കം മറിയുമോ എന്നതാകും ചർച്ചകളിൽ ഇനി ഉയരുന്ന ചോദ്യം. ഒപ്പം യുവതീ പ്രവേശനത്തെ എതിർത്ത് UDF സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തി നൽകിയ LDF-ന് അക്കാര്യം വിശദമായി ചർച്ച ചെയ്യേണ്ടിയും വരും. ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ CPM മുൻപ് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുകൂടി പരിശോധിക്കണം. യുവതീ പ്രവേശനം നവോത്ഥാന കേരളത്തിന്റെ ആവശ്യമാണ് എന്നും ശബരിമലയിലേത് പ്രാകൃത നിയമമാണ് എന്നൊക്കെയാണ് CPM മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ. 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ പിണറായി വിജയന്റെ പഴയ വാക്കുകൾ ഇന്നും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോഴോ
10 2 വോട്ട് കിട്ടിയാൽ നിലപാട് മാറ്റാം എന്ന നിലയിലേക്ക് CPM എത്തിച്ചേർന്നു. എന്തൊക്കെ ചെയ്തിട്ടായാലും വോട്ട് കിട്ടിയാൽ മതി എന്നായിരിക്കുന്നു. എന്തായിരിക്കും CPMന്റെയും ഒപ്പം സർക്കാരിന്റെയും ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് CPMന്റെ വലിയ ശക്തി സ്രോതസ്സായിരുന്നു ഹൈന്ദവ വോട്ടുകൾ, വിശിഷ്യ ഈഴവ വോട്ടുകൾ. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാടും അതേ തുടർന്നുണ്ടായ കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങളും വിശ്വാസികളായ ഒട്ടുമിക്ക ഹൈന്ദവ വോട്ടുകളും പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളും CPMൽ നിന്ന് അകലാൻ ഇടയാക്കി. സാധാരണക്കാരായ വിശ്വാസികൾ സർക്കാരിനോടും CPMനോടും ഇടഞ്ഞു. ഹൈന്ദവ വോട്ടുകൾ BJPയോട് ചാഞ്ഞു. അതിന്റെ ഫലം നമ്മൾ കണ്ടത് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായിരുന്നു. 2019ലും 2024ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ CPMന് വലിയ രീതിയിൽ തിരിച്ചടിച്ചു. അതിഭീകരമായ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. ഫലമോ അതിദയനീയമായ പരാജയമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPMനെ കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തുമ്പോൾ വിട്ടുപോയ ഹിന്ദു ഈഴവ വോട്ട് ബാങ്ക് തിരികെ പിടിക്കുകയാണ് CPMന്റെ ലക്ഷ്യം. ഈഴവ വോട്ട് ബാങ്കിലും ദളിത് വോട്ട് ബാങ്കിലും വലിയ ചോർച്ചയുണ്ടാക്കാൻ ശബരിമല വിവാദം ഇടയാക്കിയെന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്കുകളെല്ലാം തിരിച്ചു പിടിക്കാൻ പുതിയ സ്ട്രാറ്റജികൾ നടപ്പിലാക്കേണ്ടി വരുമെന്നും പാർട്ടിക്കറിയാം. അതിലൊന്നാണ് ഇപ്പോൾ സ്വന്തം നിലപാട് പോലും മാറ്റിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ അയ്യപ്പ സംഗമം. ഇത് രാഷ്ട്രീയ നാടകം എന്ന് തന്നെ വിലയിരുത്തേണ്ടിയും വരും. വ്യക്തമായും ഹൈന്ദവ വോട്ടുകൾ, അതിൽ തന്നെ കേരളത്തിൽ നിർണായക ശക്തിയായി വളർന്നു വരുന്ന ഈഴവ വോട്ട് ബാങ്കും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും CPMന്റെ മനസ്സിലുള്ളത്.